കർഷക കുടുംബത്തിൽ ജനിച്ച് കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ആഴത്തിലുള്ള ദൈവവിശ്വാസത്തിന്റെയും വഴികൾ താണ്ടി അസാധാരണ വിജയം കൈവരിച്ച കൊമേഴ്സ് ആചാര്യൻ ഡോക്ടർ ആന്റണി ജോസഫ് എന്ന ലാലിച്ചൻ കല്ലമ്പള്ളി തളർച്ചകളിലും തടസ്സങ്ങളിലും പരാജയങ്ങളിലും പതറി നിൽക്കാതെ നിരന്തര ശ്രമത്തിലൂടെ ധാരാളം ശിഷ്യസമ്പത്തിനെ നേടി അവരുടെ മനസ്സിൽ വ്യത്യസ്ത ചിന്തയുടെ ഒരു സ്പാർക്ക് നൽകി മുന്നേറുന്ന അധ്യാപക ശ്രേഷ്ഠൻ. എളിമ കൊണ്ടും വിനയം കൊണ്ടും മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിക്കുവാൻ സാധിക്കുന്ന റിസർച്ച് ഗൈഡ്, മോട്ടിവേഷണൽ സ്പീക്കർ, എഴുത്തുകാരൻ, കോളംനിസ്റ്റ്, കിടയറ്റ സംഘാടകൻ, സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മാനേജ്മെന്റ് രംഗത്തെ നിറം മങ്ങാത്ത ഓർമ്മകളുടെ കളിത്തോഴൻ. സാധാരണ കുടുംബത്തിൽ നിന്നും സ്ഥിര പരിശ്രമത്തിന്റെ പര്യായമായി ഹൈറേഞ്ചിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാമ്പും കാതലുമായി മാറിയ പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി സാർ ഇന്ന് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ജേതാവ് എന്ന പൊൻപ്രഭയിൽ 1990 ജനുവരി 31 മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിൽ അധ്യാപകനായി തുടക്കം കുറിച്ചു. നൂതന സമീപനത്തിന്റെ അകമ്പടിയോടെ റാങ്ക് നേട്ടങ്ങളിലേക്കും 100% വിജയത്തിലേക്കും വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തിയ ആചാര്യശ്രേഷ്ഠൻ. കേരളത്തിലെ നവവിദ്യാഭ്യാസത്തിന് നാന്ദി കുറിച്ച റെവറൻഡ് ഡോക്ടർ ആന്റണി നിരപ്പേലിന്റെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ട് സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി 1000 സൂര്യ തേജസ്സോടുകൂടി മിന്നിത്തിളങ്ങുന്ന ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി സാറിന്റെ 33 വർഷത്തെ അധ്യാപന വഴിത്താരയിൽ ശിഷ്യഗണങ്ങൾ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്ന് നോക്കാം. ഞാൻ ജെയ്നി മോൾ, ഇപ്പോൾ കേരള ബാങ്കിൽ വർക്ക് ചെയ്യും. ഹെൻറി ബേക്കർ കോളേജിൽ ആന്റണി സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ അന്നത്തെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, സാറ് ഞങ്ങളുടെ ഒരു നല്ല ഗുരുനാഥനും അതോടൊപ്പം തന്നെ ഒരു വിദ്യാർത്ഥിയും കൂടിയായിരുന്നു. സാറ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ, ക്ലാസ് എന്ന് പറഞ്ഞാൽ കൊമേഴ്സാണ് സാറിൻ്റെ പ്രധാന വിഷയിക്കുമ്പോൾ, അധ്യാപകൻ വിദ്യാർത്ഥി എന്നതിലുപരി വളരെ സൗഹൃദപരമായാണ് അദ്ദേഹം ക്ലാസ്സുകൾ എടുത്തിരുന്നത്. മാത്രമല്ല, ഞങ്ങളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സാറ് പുതിയ പുതിയ ഗവേഷണങ്ങളും കണ്ടെത്തലുകളും തുടരുന്നുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം വളരെ അലേർട്ട്. അതുകൊണ്ടാണ് സാർ ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു എന്ന് ഞാൻ തുടക്കത്തിലേ തന്നെ സൂചിപ്പിച്ചത്. ഈ കണ്ടെത്തലുകളൊക്കെ പുതിയ തലമുറയ്ക്ക് കൈമാറുവാനും അദ്ദേഹത്തിന് സാധിച്ചു. സാറിന് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചു എന്നറിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സാറിൻ്റെ പ്രവർത്തന മേഖലകൾ വളരെയധികം ദൂരത്തേക്ക് വ്യാപിക്കട്ടെ എന്നും പുതിയ പുതിയ അംഗീകാരങ്ങൾ സാറിന് ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നന്ദി. എൻ്റെ പേര് മനീഷ് തോമസ്. ഹെൻറി ബേക്കർ കോളേജിൽ 5 വർഷക്കാലം അനിരസന ക്ലാസ്സിൽ പഠിക്കുന്ന ഭാഗ്യം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനെയും അദ്ദേഹം കൈകാര്യം ചെയ്ത രീതികൾ വളരെ എനർജറ്റിക് ആയിട്ടും നമുക്ക് ക്ലാസ്സുകൾ വളരെ രസകരമായിട്ടുമാണ് അദ്ദേഹം ക്ലാസ്സുകൾ നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ്സ് ആണ് ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ ആകർഷകമായിട്ടുള്ളത്. ഓരോ സബ്ജക്റ്റിനെയും വളരെ സരസമായിട്ടും ഏറ്റവും കൂടുതൽ ജീവിതത്തിലേക്ക് എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞു തരുന്നത്. അത് നമുക്ക് ജീവിതത്തിലും തൊഴിലിടത്തിലും വളരെ ഗുണം ഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സർവീസ് നൽകിയ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് അംഗീകാരം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളു. നന്ദി. നമസ്കാരം, എൻ്റെ പേര് സുബിൻ. 2012-15 കാലഘട്ടത്തിൽ ഹെൻറി ബേക്കർ കോളേജിലെ ആന്റണി സാറിൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ആദ്യമായി എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയ ആന്റണി സാറിന് ഏറ്റവും സ്നേഹത്തോടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ആന്റണി സാറിനെ കുറിച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ, 2012-15 കാലഘട്ടത്തിൽ കോളേജിൽ ഡിഗ്രി പഠിക്കുമ്പോൾ ഒരു ടീനേജർ എന്ന നിലയിൽ ഞങ്ങളുടെ ബാച്ച് ഭയങ്കര റിബലായിട്ടുള്ള ഒരു ബാച്ചായിരുന്നു. സാറുമാരോടാണെങ്കിലും റിബലായി പെരുമാറുക, അങ്ങനെ ടീനേജിൻ്റെ എല്ലാ കുസൃതികളും ഉണ്ടായിരുന്ന ഒരു ബാച്ചിനെ ഒരപ്പൻ്റെ കരുതലോടുകൂടി ശാസിക്കുകയും ഒരു സുഹൃത്തിൻ്റെ സ്നേഹത്തോടുകൂടി ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ട് 2015 ഞങ്ങളുടെ ബാച്ച് 100% വിജയം കരസ്ഥമാക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തത് ആന്റണി സാറിൻ്റെ HOD എന്നുള്ള രീതിയിലുള്ള വലിയ പ്രവർത്തനം ആയിരുന്നു. ആന്റണി സാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു അക്കാഡമിഷ്യൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു റൈറ്റർ, ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നീ നിലകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര ഓൾറെഡി പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മമ്മൂട്ടി ഒരു സിനിമയിൽ പറയുന്ന പോലെ, പിക്ചർ അബി ബാക്കി ഹെ ബായ് എന്ന് പറയുന്ന പോലെ, ആന്റണി സാറിൻ്റെ ഇനിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഇനി നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിനും ഇനിയും അദ്ദേഹത്തെ ഒരുപാട് അവാർഡുകളും ഒരുപാട് റെക്കഗ്നീഷൻസും തേടിയെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. Ultimate
ആദ്യമായിട്ട് എൻ്റെ ഗുരുവിൻ്റെ നമസ്കാരം. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അഭിമാനം തോന്നുന്നൊരു നിമിഷമാണ് ഞങ്ങളുടെ സാറിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയെന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 5 വർഷം സാറിൻ്റെ സ്റ്റുഡൻ്റായിട്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. പ്രീ ഡിഗ്രി സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനൊക്കെ കോളേജിൽ ആയിരുന്ന സമയത്താണ് സാർ അവിടെ ജോയിൻ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളൊക്കെ പാസ് ഔട്ട് ആയിക്കഴിഞ്ഞു. അതിനു മുമ്പ് എല്ലാം സാറിൻ്റെ സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഗുരുക്കന്മാരുടെ ഓരോരുത്തരുടെയും അനുഗ്രഹവും കരുതലുമാണ് ഞങ്ങൾക്ക് ഓരോ സ്ഥാനത്ത് എത്താനിടയായത്. സാറിൻ്റെ ജീവിതത്തിൽ ദൈവം ഇത്രയും വലിയൊരു നന്മകൾ തന്നു. ഇനിയുള്ള കാലം കൂടുതൽ അനുഗ്രഹങ്ങളും സന്തോഷവും കൂടുതൽ ഉയർന്ന നേട്ടങ്ങളിൽ എത്തിച്ചേരാനും ദൈവം ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോടുള്ള പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഹായ്, ഹലോ. എൻ്റെ പേര് മിജോയ്. ആദ്യമേ തന്നെ പറയട്ടെ, എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദ ഇയർ അവാർഡ് കരസ്ഥമാക്കിയ ഞങ്ങളുടെ ആന്റണി സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ 2013-14 ബാച്ചായിരുന്നു. അപ്പോൾ സാർ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുമ്പോൾ ബോർഡിൽ പ്രോബ്ലം ചെയ്യുമ്പോഴും അതിൻ്റെ ആൻസർ ചോദിക്കുമ്പോഴൊക്കെ ഞങ്ങളെ ഓരോരുത്തരെയും പേരുകൾ വിളിച്ചാണ് സാറ് ചോദിക്കുന്നത്. മനസ്സിലായോ, നിനക്ക് മനസ്സിലായോ, മിജോയിന് മനസ്സിലായോ? അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിൽ 37 പേരുള്ള ആ 37 പേരെയും സാറ് പേര് വിളിച്ചാണ് പ്രോബ്ലംസ് ചോദിക്കുകയും അതിൻ്റെ ആൻസറുകളും. കാരണം അത്രയും സാറിന് വിദ്യാർത്ഥികളെ ഇഷ്ടമായിരുന്നു. അത് ഞങ്ങളെ ആ 3 ഇപ്പം ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയറിലെ എല്ലാവരെയും സാറിന് പേരറിയാം. അങ്ങനെ പേര് വിളിച്ചാണ് സാറ് എല്ലാം പ്രോബ്ലംസും മറ്റും എല്ലാം ചെയ്യുന്നത്. അത്രയും കുട്ടികളെയും സാറിന് ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ സാർ എപ്പോഴും ഞങ്ങൾ പറയും, പഠിക്കാൻ നിനക്ക് മടിയാണോ, നീ രാവിലെ എണീറ്റിരുന്ന് പഠിക്കണം. അപ്പം സാറ് പറയും, ഞാൻ നേരത്തെ എണീക്കുന്നതാണ്, അപ്പം നിന്നെ ഞാനൊരു 5 മണിക്ക് വിളിച്ച് എണീപ്പിക്കാം, ഞാൻ വിളിക്കണോ, എനിക്കൊരു കുഴപ്പമില്ല എന്നെപ്പോഴും സാറ് ഞങ്ങളോട് പറയുന്നു. അപ്പം അത് ഞങ്ങൾ പേടിച്ച് ഞങ്ങളങ്ങനെ പഠിച്ചിട്ടുണ്ട്. സാറിങ്ങനെ അത് ഞങ്ങൾക്ക് അന്ന് വളരെ ഉപകാരം ചെയ്തിട്ടേ ഉള്ളൂ. ഒരിക്കൽ കൂടി സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഇനിയും ഇങ്ങനെയുള്ള അവാർഡുകൾ സാർ കരസ്ഥമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം. ഞാൻ ജോമറ്റ് KJ, എറണാകുളത്ത് PNB ഹൗസിംഗ് ഫിനാൻസിൻ്റെ റീജിയണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. 1998-2003 കാലഘട്ടത്തിൽ ഹെൻറി ബെക്കർ കോളേജിലെ ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിയായിരുന്നു ഞാനും. ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട അധ്യാപകരിൽ ഒരാളായിരുന്നു ഡോക്ടർ ആൻ്റണി ജോസഫ് കലമ്പള്ളി. അദ്ദേഹത്തിന് ഈ വർഷത്തെ എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും ഞാൻ ഈ അവസരത്തിൽ നേരുന്നു. അദ്ദേഹം എറിഞ്ഞിട്ടുള്ള വിത്തുകൾ, അറിവിൻ്റെ വിത്തുകൾ 100 മേനിയും 1000 മേനിയും ഫലം നൽകുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. അദ്ദേഹത്തിൻ്റെ ഈ വിശ്രമ ജീവിതത്തിലും പെരുവന്താനം സെൻറ് ആൻ്റണീസ് കോളേജിലെ പ്രിൻസിപ്പലായി വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോഴും കർമ്മനിരതനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ പ്രാർത്ഥനയും ആശംസയും നേർന്നുകൊണ്ട് നന്ദി. നമസ്കാരം. ഞാൻ വിനോദ്. എലിയാവ് ഹെൻറി ബേക്കർ കോളേജിൽ 1994-2000 കാലയളവിൽ 5 വർഷം കൊമേഴ്സ് വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോൾ ഞാൻ ഖത്തറിൽ ഹുണ്ടായി മോട്ടോർ ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള ഹുണ്ടായി ENCയിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ആദ്യമായിട്ട് തന്നെ ഈ വർഷത്തെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ശ്രീ ആൻ്റണി സാറിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരുന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരു അധ്യാപകൻ എന്നതിലുപരിയായിട്ട് ഒരു സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ഒരു സഹോദരനായിട്ടോ നമ്മളെയൊക്കെ ഇതുപോലെ ചേർത്ത് നിർത്തിയ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു അധ്യാപകൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയ ഈ അവാർഡിന് അദ്ദേഹം തീർത്തും അർഹനാണ്. അത് കുറച്ച് ലേറ്റായി പോയോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. അതുകൂടാണ്ട് ഇപ്പോൾ മോട്ടിവേഷണൽ സ്പീക്കറായിട്ടും കോളമിസ്റ്റായിട്ടും എഴുത്തുകാരനായിട്ടും യൂട്യൂബറായിട്ടും ഒക്കെ ജീവിതത്തിൽ മറ്റ് പല മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആൻ്റണി സാറിന് ഇനിയും ജീവിതത്തിലുടനീളം ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുവാൻ സാധിക്കട്ടെ. എല്ലാ മേഖലയിലും വിജയങ്ങൾ ഉണ്ടാവട്ടെ, അവാർഡുകൾ കിട്ടട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞാൻ ഗ്രേസമ്മ ജോൺ.
സഹകരണ വകുപ്പിൽ പെരുമ്പാവൂരിൽ ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്യുന്നു. മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിലെ എൻ്റെ പഠനകാലത്ത് പ്രിയ ആൻ്റണി സാറിൻ്റെ ശിഷ്യയാകുവാൻ എനിക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. 7ാമത് എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച പ്രിയ ആൻ്റണി സാറിന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസ്മാൻ. ഞാൻ 2012-15 കാലഘട്ടത്തിൽ ഹെൻറി ബേക്കർ കോളേജിലെ കൊമേഴ്സ് വിദ്യാർത്ഥിയായിരുന്നു. നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ആൻ്റണി സാറിന് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചതായി അറിയുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഹൃദയത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നേരുന്നു. നന്ദി. Taking this opportunity with immense pleasure to congrats Dr. Anthony Joseph Kannammal, my Anthony sir, for receiving Education Icon of the Year Award. 2000 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ BCom വിദ്യാർത്ഥിയായിരുന്നു ഞാനും. അന്ന് മുതലേ അദ്ദേഹം ആ ഒരു സബ്ജക്റ്റിനോട് കാണിച്ചിട്ടുള്ള ഒരു ഡെഡിക്കേഷനും അത് പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും അത് പ്രയോജനപ്പെടുത്തി മാക്സിമം എത്താവുന്ന ഒരു ഹൈറ്റ്സിലെത്തണമെന്ന് വളരെയധികം ആഗ്രഹിച്ച ഒരു അധ്യാപകനായിരുന്നു. പോരാതെ അദ്ദേഹം വിദ്യാർത്ഥികളോട് വെച്ചിരുന്നൊരു ബോണ്ടിങ് എടുത്തു പറയേണ്ടതാണ്. അത് തന്നെ വിദ്യാർത്ഥികൾക്കുള്ള ഒരു എൻകറേജ്മെൻ്റ്. ഇപ്പം അദ്ദേഹം നയിക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ ജൈത്രയാത്ര ഇത് കേരളത്തിൽ പുതിയതായിട്ടുള്ള കോഴ്സുകൾ കൊണ്ടുവരികയും അതുമൂലം പുതിയ തലമുറക്കാർക്ക് വളരെയധികം പ്രയോജനപ്പെടുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഈ അവാർഡ് എന്ന് പറയുന്നത് ഈ ഡിസേർവ്സ് ഇറ്റ് എന്ന് തന്നെ പറയാം. മുന്നോട്ടുള്ള യാത്രകളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മൂലം കിട്ടുന്ന ഓരോ അവാർഡും, ഓരോ പൊന്തൂവലും ഓരോ വിദ്യാർത്ഥിക്കും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും സാറിന്. എൻ്റെ പേര് മാജി. മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിൽ 1994-99 കാലഘട്ടങ്ങളിൽ ഞാനൊരു കൊമേഴ്സ് വിദ്യാർത്ഥിനിയായിരുന്നു. ഇപ്പോൾ ഹൈദരാബാദിലുള്ള കാത്തലിക് ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു NGOയിൽ ഫൈനാൻസ് മാനേജറായി ഞാൻ വർക്ക് ചെയ്യുന്നു. ഡോക്ടർ താസിസ് ജോസഫ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ആൻ്റണി കല്ലമ്പള്ളി സാറിന് ലഭിച്ചിരിക്കുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ഈ അവസരത്തിൽ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ സാറിനെ ഓർക്കുന്നു. എൻ്റെ 5 വർഷത്തെ കലാലയ ജീവിതത്തിൽ എന്നെ ഞാനാക്കി മാറ്റിയതിൽ സാറിനുള്ള പങ്ക് വളരെ വലുതാണ്. ഓരോ വിദ്യാർത്ഥികൾക്കും അവർക്ക് മനസ്സിലാകുന്ന വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്ന സാറിൻ്റെ ആ ഒരു പ്രത്യേക കഴിവിനെ ഞാൻ ഇന്നും ഓർക്കുന്നു. സാർ ഇപ്പോൾ പ്രിൻസിപ്പളായിരിക്കുന്ന പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിനെയും അവിടുത്തെ വിദ്യാർത്ഥികളെയും ഉയരങ്ങളിൽ എത്തിക്കാൻ സാറിന് സാധിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. സാറിന് ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ തേടിയെത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹായ്, ഞാൻ അബിൻ ആന്റണി. UK-യിൽ മാസ്റ്റേഴ്സ് പൂർത്തിയാക്കി ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ പ്രോപ്പർട്ടി മാനേജറായി വർക്ക് ചെയ്യുന്നു. ആദ്യം തന്നെ എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ആന്റണി സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ 3 വർഷക്കാലം ആന്റണി സാറിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. ഹെൻറി ബേക്കർ കോളേജ് മേലുകാവിലാണ് ഞാൻ പഠിച്ചത്. ഒരു നല്ലൊരു അധ്യാപകൻ എന്നതിലുപരി നല്ലൊരു സുഹൃത്ത്, നല്ലൊരു വഴികാട്ടി, അങ്ങനെ ഒരുപാട് മേഖലകളിൽ ആന്റണി സാർ ഞങ്ങളെല്ലാം വളരെയധികം സ്വാധീനിച്ചിരുന്നു. കണ്ട കാലം അത്രയും താൻ പഠിപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളോടും നല്ലൊരു വ്യക്തിബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ആന്റണി സാർ. ആന്റണി സാറിന് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പ്രിയ ഗുരുനാഥന് എൻ്റെ സ്നേഹവന്ദനം. വളരെ സന്തോഷവും അഭിമാനമുണ്ട് പ്രിയപ്പെട്ട ആന്റണി സാറിനെ കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോ വരാൻ വെക്കുന്നത്. സത്യത്തിൽ 1, 2, 3 മിനിറ്റ് വീഡിയോയുടെ ആന്റണി സാറിനെ കുറിച്ച് ഞാൻ സാധിക്കത്തില്ല. ഒരു ദിവസം തന്നെ വേണ്ടി ഒരു ആന്റണി സാറിനെ കുറിച്ച് പറയണമെങ്കിൽ ആദ്യം തന്നെ പ്രിയ ആന്റണി സാറിനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഗുരുനാഥനെ ലഭിച്ചതിലും സാറിൻ്റെ ശിഷ്യനായി തീരാൻ കഴിഞ്ഞതിലും ഇതിൻ്റെ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. 2017 ആദ്യമായിട്ട് ആന്റണി സാറിൻ്റെ ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. 2017 ഹെൻറി ബേക്കർ കോളേജ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു കൊമേഴ്സ് ഫെസ്റ്റ് നടത്തിയുണ്ടായി. അതിനാണ് ആന്റണി സാറിൻ്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. വളരെ മോട്ടിവേഷണൽ ഇൻസ്പിറേഷൻ ക്ലാസ്സായിരുന്നു സാറിൻ്റെ ക്ലാസ്. അതിനുശേഷം 2018 ഞാൻ BCom കോർപ്പറേഷൻ ഹെൻറി ബേക്കർ ജോലിയ സമയത്ത് സാറാണ് HOD. അപ്പം സാറുമായിട്ടൊരു നമുക്കൊരു നല്ല അനുഭവം പറയുകയാണെങ്കിൽ, സാറ് ഞങ്ങളൊക്കെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത്
സാറിൻ്റെ ടേബിളിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ട്. ആ നോട്ട്ബുക്കിൽ ഓരോ വിദ്യാർത്ഥികൾക്കും സാർ ഓരോ പേജ് മാറ്റി വെച്ചിട്ട് ഓരോ വിദ്യാർത്ഥികൾ പറയുന്ന കാര്യങ്ങൾ, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഹോബീസ്, അവരുടെ ക്വാളിഫിക്കേഷൻസ്, ക്വാളിറ്റീസ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, എത്ര മണിക്കൂർ പഠിക്കുന്നു, ഇതെല്ലാം സാർ നോട്ട് ചെയ്യും. ഓരോ വിദ്യാർത്ഥികളും ഒരുപോലെ കരുതുന്നതിൽ സാർ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഫലം വന്നതാണ് 2021 ഞങ്ങളുടെ ബാച്ച് 2018-2021 ബാച്ച് പാസ് ഔട്ടായ സമയത്ത് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ ഏകദേശം 5 റാങ്കുകൾ കരസ്ഥമാക്കി ഞങ്ങൾക്ക് 9 എ ഗ്രേഡുകളും കരസ്ഥമാക്കി ഞങ്ങൾക്ക് പാസ് ഔട്ടാൻ സാധിച്ചത്. ഓരോ വിദ്യാർത്ഥി പോലും പുറകോട്ട് പോകരുതെന്നും എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെ ജീവിതത്തിൽ വിജയം കൈവരിക്കണമെന്നും ആഗ്രഹിക്കുന്ന പ്രിയ ആന്റണി സാറ്. ഡോക്ടർ തർസീസ് ജോസഫ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് സാറിന് ലഭിച്ചതിൽ വളരെ അഭിമാനമുണ്ട്. അതുമാത്രമല്ല, എൻ്റെ പ്രിയ ഗുരുനാഥൻ പ്രിൻസിപ്പളായിട്ടുള്ള സെൻറ്റ് ആൻ്റണീസ് കോളേജിന് നാക് അക്രഡിറ്റേഷൻ ലഭിച്ചതിലും വളരെ സന്തോഷമുണ്ട്. എൻ്റെ പ്രിയ ഗുരുനാഥൻ്റെ കർമ്മപഥത്തിൽ സാർ കൈവരിക്കുന്ന ഓരോ നേട്ടങ്ങളും നോക്കിക്കാണുന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ ഇനിയും ധാരാളം നേട്ടങ്ങൾ സാർ കൈവരിക്കാൻ ഈശ്വരൻ ആരോഗ്യവും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെയും ആശംസയോടെയും സാറിൻ്റെ അനുഗ്രഹം ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെയും നിർത്തുന്നു. നന്ദി. ഞാൻ ജിഷ, മേലിയാവ് ഹെൻറി ബേക്കർ കോളേജിൽ നിന്നും 7 വർഷത്തെ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ ടീച്ചറായി വർക്ക് ചെയ്യുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ പ്രൊഫസർ ആൻ്റണി കല്ലമ്പള്ളിൽ സാറിന് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് ഈ അവാർഡ് വളരെ വൈകിപ്പോയി, ഇറ്റ് ഈസ് ടു ലേറ്റ് എന്ന് വേണം പറയാൻ. ഇത് കുറച്ച് മുമ്പേ കിട്ടേണ്ടിയിരുന്ന അവാർഡായിരുന്നു. അതിൽ ഒട്ടും അതിശയോക്തിയില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ PDC ജോയിൻ ചെയ്യുന്ന സമയത്ത് മേലുകാവിലാണോ പഠിക്കുന്നത്? പലരും ചോദിച്ചിട്ടുണ്ട്. മേലുകാവ് തല്ലിപ്പൊളി കോളേജല്ലേ, അവിടെയാണോ പഠിക്കുന്നത്? ഓക്കെ, എന്ത് ചെയ്യാൻ, നമ്മൾ അവിടെ ചേർന്ന് പോയി. എന്തായാലും വരുന്നിടത്ത് വെച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ മുൻപോട്ട് പോവുകയാണ്. ഞാൻ ചെല്ലുമ്പോൾ കൊമേഴ്സ് എന്താണ്, അക്കൗണ്ടൻസി എന്താണ്, ഇതൊന്നും നമുക്കറിയില്ല. എല്ലാം പുതിയ സബ്ജക്റ്റുകൾ. എന്നാലും കൊമേഴ്സ് പഠിപ്പിക്കാൻ ആൻ്റണി സാറ് വന്നു കൊമേഴ്സ് എന്താണ്, ട്രേഡ് പ്ലസ് എയ്ഡ്സ് ടു ട്രേഡ്, എന്താണ് ട്രേഡ്, എന്താണ് എയ്ഡ്സ് ടു ട്രേഡ്, ട്രേഡിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് എയ്ഡ്സ് ടു ട്രേഡ് കുറച്ച് ഘടകങ്ങളോട് ചേർന്നതാണ് കൊമേഴ്സ്. ട്രേഡും അതിനോടനുബന്ധിച്ച് ട്രേഡിനെ ട്രേഡിൻ്റെ സ്മൂത്ത്നെസ്സിന് വേണ്ടി പല ഘടകങ്ങളും കൂടെ ചേരുമ്പോഴാണ് അത് കൊമേഴ്സായി മാറുന്നത്. ഇതൊക്കെ പറഞ്ഞു തന്നത് ആൻ്റണി സാറാണ്. പിന്നെ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ടോട്ടൽ ഓഫ് ഓൾ പ്രോസസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ദ റിമൂവൽ ഓഫ് ഹിൻഡ്രൻസസ്. അതും ഇന്നും നമ്മുടെ മനസ്സിൽ പ്രതിഫലിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നും സാറ് വന്നതിന് ശേഷം കൊമേഴ്സ് എന്താണ് ഫസ്റ്റ് ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സാർ ഈ കൊമേഴ്സിനെ കുറിച്ച് ഡെഫിനിഷൻ പറയും. അതിങ്ങനെ റിപ്പീറ്റേഷൻ ആയിട്ട് പല ദിവസങ്ങളിലും സാർ ഇത് റിപ്പീറ്റ് ചെയ്ത് അത് കുട്ടികളുടെ മനസ്സിൽ അത് പതിഞ്ഞുപോയി. ഞാനിപ്പോൾ പഠനം M.Com കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏകദേശം 20 വർഷം കഴിഞ്ഞുപോയി. എന്നിരുന്നാലും അദ്ദേഹം പഠിപ്പിച്ചു തന്ന പല വേർഡ്സും പല ഡെഫിനിഷൻസും ഇന്ന് നമുക്ക് കാണാപ്പാടമാണ്. എന്താണ് അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ആ പഠിപ്പിക്കുന്നതിലുള്ള ചാതുര്യം എന്ന് വേണം പറയാൻ. കൊമേഴ്സ് ആചാര്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേറൊരു പേര് അദ്ദേഹത്തിനായിട്ട് ഇങ്ങനെ ഒരു പേര് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്രയധികം കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത ഒരു സാറ്. എൻ്റെ കുട്ടികൾ ഇപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, ടീച്ചറിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചർ ആരാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ലാതെ ഞാൻ പറയും ആൻ്റണി സാർ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? പല കുട്ടികളും ഈ കഴിഞ്ഞ വർഷം എന്നോട് ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു,
ഞാൻ എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അത് സാറിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. പലപ്പോഴും എന്നോട് സാറ് പറയാറുണ്ട്, കോളേജിലെത്തുമ്പോൾ ഞാൻ ചിലപ്പോൾ ലേറ്റ് ആകും. ഞങ്ങൾ ചിലപ്പോൾ ഒന്നിച്ച് ഒരു ബസ്സിന് സാറും ഞാനും ഒരു ബസ്സിന് വന്ന് മേലുകാവറ്റത്ത് ഇറങ്ങി ഞങ്ങൾ നടന്നു പോകുമ്പോഴും സാറ് മറ്റൊരു ഷോർട്ട് കട്ട് വഴി പോകും, ഞങ്ങൾ സ്ട്രെയിറ്റ് റോഡേ പോകും. അപ്പോൾ സാറ് മിക്കവാറും എനിക്ക് മുമ്പേ തന്നെ ക്ലാസ്സിലെത്തിയിരിക്കും. അപ്പോഴും സാറ് പറയും, അയ്യോ ജിഷയാണ് ചൂട്ടും കത്തിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആൾ, എന്നാലും ആ കൊച്ചെത്തിയല്ലോ, എന്തോ ഒരു സന്തോഷം. അപ്പോഴും നമ്മുടെ ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാം സാർ അത് മനസ്സിലാക്കി നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് ആബ്സെൻ്റ് ആയെങ്കിൽ പിറ്റേ ദിവസം ചോദിക്കും, എന്തായിരുന്നു ആബ്സെൻ്റ് ആയത്? ഓക്കെ, സ്റ്റാഫ് റൂമിലേക്ക് വരൂ, ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞു തന്ന ഒരാൾ സ്കൂൾ ലൈഫിൽ പോലും എനിക്കിങ്ങനെ ഒരു പ്രൊഫസറോ ഒരു ടീച്ചേഴ്സോ ഇതുപോലെ പറയാൻ ഉണ്ടായിട്ടില്ല. കാരണം നമ്മുടെ കൂടെ അത്രയധികം സന്തോഷത്തോടു കൂടി, അതായത് നമ്മളോടൊരു എന്താണ് കൂടുതൽ വാത്സല്യം, എന്തോ അതായത് നമ്മൾ പാസ്സാകും അല്ലെങ്കിൽ നന്നായിട്ട് വരും എന്നുള്ള ഒരു അവർക്കും ഒരു തീരുമാനങ്ങളുണ്ടല്ലോ, അവരുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള ഓരോ അഭിപ്രായങ്ങളുമുണ്ട്. അപ്പോൾ അതനുസരിച്ചാകാം സാറ് നമുക്ക് കൂടുതൽ സപ്പോർട്ട്. ഇന്നിപ്പം അക്കൗണ്ടൻസി ക്ലാസ്സിൽ ഞാൻ പോയില്ലെങ്കിലും പിറ്റേന്ന് സാർ അത് അപ്പോൾ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അത് ഏത് സമയത്തും സാറിനോട് എന്ത് ഡൗട്ട് ചോദിക്കുന്നതിനും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഇന്ന് വരെ. സാറ് പ്രൊഫസറാണല്ലോ ഇത്രയധികം, അങ്ങനെ ആ ഒരു റിലേഷൻ എന്നിരുന്നാൽ പോലും നമുക്ക് ആ റെസ്പെക്റ്റോടുകൂടി എന്ന ഫ്രണ്ട്ലി ആയിട്ട് ഇത്രയധികം ലാളിത്യം ഉള്ള ഒരു ജീവിതം ആ സാറ് ഇത് ഇത്രയൊന്നും അല്ല പറയാനുള്ളത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയധികം കുട്ടികളുടെ മനസ്സിനെ കീഴടക്കിയ ഒരു പ്രൊഫസർ എന്ന നിലയിൽ ഡോക്ടർ ആൻ്റണി സാർ വളരെ വലിയ ഒരു മനസ്സിൻ്റെ ഉടമയാണ്. കുട്ടികളുമായിട്ടുള്ള APJ അബ്ദുൽ കലാം, നെഹ്റു, ഇവരെല്ലാം കുട്ടികളെ ഒരുപാട് സ്നേഹിച്ച ആളാണ്. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ സ്വന്തം സ്റ്റുഡൻസിനെ സ്നേഹിച്ച ഒരാളായിട്ടാണ് എനിക്ക് ഡോക്ടർ ആൻ്റണി സാറിനെ പറയാനുള്ളത്. കാരണം സ്റ്റുഡൻസിന് എന്താവശ്യമുണ്ടെങ്കിലും സ്വന്തം വിദ്യാർത്ഥികൾ അവരേത് രീതിയിൽ എങ്ങനെ വരണം, സാറിന് ഫോൺ വിളിച്ചാണെങ്കിൽ പോലും നമുക്ക് ഡൗട്ട് ചോദിക്കാൻ പറ്റും. എൻ്റെ ഡിസർട്ടേഷൻ്റെ സമയത്ത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ ഗൈഡിനെ അല്ല ഞാൻ വിളിച്ചത്, ഞാൻ ആൻ്റണി സാറിനെ വിളിച്ച് ചോദിച്ചു, സാർ എൻ്റെ ഡിസർട്ടേഷൻ വർക്ക് തീർന്നിട്ടില്ല ഇതുവരെയും, ഒരു കുഴപ്പമില്ല ജിഷെ, 55 പേജസ് ഇനഫാണ്, അതുകൊണ്ട് ജിഷ ധൈര്യമായിട്ട് പോരൂ, അത്രയും കൊണ്ട് പ്രിൻ്റ് എടുത്തു, ഒരു പ്രശ്നമില്ല, ഇനി അടുത്ത സബ്ജക്റ്റുകൾ ഈ എക്സാമിനുള്ളത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് എനിക്ക് ധൈര്യം തന്ന് അപ്പോൾ തന്നെ ഞാനും അന്ന് ആ ഡിസർട്ടേഷൻ വർക്ക് എൻ്റെ കംപ്ലീറ്റ് ആക്കി. എൻ്റെ ഗൈഡ് മറ്റൊരു ടീച്ചർ ആയിരുന്നിട്ട് പോലും എന്തുകൊണ്ട് ഞാൻ ആ ടീച്ചറിനെ വിളിച്ചില്ല എന്ന് എനിക്കിപ്പോഴും അറിയാം. കാരണം ആൻ്റണി സാർ ഉള്ളപ്പോൾ വേറൊരാളുടെ ആവശ്യമില്ല. ഇപ്പം മറ്റൊരാളുടെ ഗൈഡ് ആണെങ്കിൽ പോലും എനിക്ക് പൂർണ്ണ സപ്പോർട്ട് തരും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആ ഒരു വിശ്വാസത്തിൽ മാത്രമാണ് ഞാൻ ഈ M.Com ഒത്തിരി ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉള്ള ജീവിതമായിരുന്നു. എൻ്റെ വീട്ടിലാണെങ്കിലും അമ്മ സിക്കായിട്ടുള്ള സമയത്ത് അപ്പോൾ എന്നെ ഹോസ്റ്റലിൽ നിർത്താനൊക്കെ എൻ്റെ ബ്രദേഴ്സിനോട് സാർ റിക്വസ്റ്റ് ചെയ്തു. അവരെല്ലാം കൺസെൻറ്റ് കൊടുത്താണ്, എങ്കിൽ പോലും ഞാൻ നിന്നില്ല. കാരണം എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ എനിക്കല്ലേ അറിയുള്ളൂ. അപ്പോഴും സാറ് പറഞ്ഞു, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ജിഷ വീട്ടിൽ നിന്ന് പോയിട്ട് വരുവാണെങ്കിലും ഒരു കുഴപ്പമില്ല, ജിഷ നന്നായിട്ട്, ഞങ്ങൾക്കറിയാം ജിഷയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ഒരു ധാരണകളുണ്ട്, അപ്പോൾ ജിഷ നന്നായിട്ട് പരീക്ഷ എഴുതും, അതുകൊണ്ട് ഫസ്റ്റ് M.Com ബാച്ചാണ്. അപ്പം ഞങ്ങളെല്ലാം വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് കോളേജിൽ എല്ലാവരും നോക്കിയിരുന്നത്. അപ്പോഴും എനിക്ക് വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം മറ്റുള്ളവർ പഠിക്കുന്ന ഹോസ്റ്റലിലിരുന്ന് എനിക്ക് അതിനുള്ള ഒരു അവസരം കിട്ടാത്തതിൽ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും എനിക്ക് കിട്ടിയ സമയം ഞാൻ ഒട്ടും പാഴാക്കിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടീച്ചേഴ്സിൻ്റെ മുഖം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മയിലേക്ക് വരികയാണ്. അപ്പോൾ ടീച്ചേഴ്സ് പറയുമ്പോൾ ടീച്ചേഴ്സിൻ്റെ മുഖം നോക്കുമ്പോൾ 7 വർഷം പഠിച്ചിട്ട് ജിഷ ഫൈനൽ ഇയറിൽ അതായത് M.Com
ഫെയിലായി എന്നുള്ള ഒരു തോന്നൽ വരാതെ ഇരിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ എൻ്റെ അമ്മയോടും പറഞ്ഞിരുന്നു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ വീട്ടിലേക്ക് ഉണ്ടാവില്ല. കാരണം എനിക്ക് എൻ്റെ ടീച്ചേഴ്സിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല. അതാണ് കാരണം ഇത്രയും നല്ല വാത്സല്യത്തോടു കൂടി നമ്മളെ പഠിപ്പിച്ച് ഇത്ര ഇതാക്കിയതിന് ശേഷം നമ്മൾ ഫെയിലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? അതാണ് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അമ്മ ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും എന്ന്. പക്ഷേ അതെല്ലാത്തിലും ആ ഒരു ഇതെല്ലാം ആ ഘട്ടങ്ങളെല്ലാം തരണം ചെയ്യാനുള്ള ഒരു കാരണം ആൻ്റണി സാർ മാത്രമാണ് എന്ന് വേണം എനിക്ക് പറയാനുള്ളത്. എന്ത് കാര്യത്തിലും സാർ ഞങ്ങൾക്ക് ഇന്നുപോലെ ഒരു പ്രശ്നമുണ്ട്, അപ്പോഴേ സാർ അവിടെ ഓടിയെത്തിയിരിക്കും, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറയാൻ ഞങ്ങൾക്കൊരു സപ്പോർട്ടിന് ഞങ്ങളെ സഹായിച്ച വളരെയധികം അതായത് സ്റ്റുഡൻസിൻ്റെ മനസ്സിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു പ്രൊഫസർ എന്ന് വേണം അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോഴും ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ആരെ കണ്ടാലും ഞാൻ ചോദിക്കും, ഡോക്ടർ ആൻ്റണി സാർ കല്ലമ്പള്ളി സാറിനെ അറിയുമോ? അപ്പോൾ പലരും പറയും അറിയും. കല്ലമ്പള്ളിയിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ സെൻറ് ആൻഡ്രീസ് കോളേജ് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ആണല്ലോ സ്റ്റാർട്ട് ചെയ്തത് എല്ലാം. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഉള്ളവരറിയും. അതായത് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയും, ആൻ്റണി സാർ എന്ന് പറഞ്ഞാൽ ലാലിച്ചൻ സാർ എന്നാണ് കേട്ടോ. അപ്പോൾ പറയും ഇതെങ്ങനെ കിട്ടി? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ കല്യാണത്തിനും പങ്കെടുത്തിരുന്നു, വിവാഹത്തിൽ ആ ചടങ്ങിൽ നിഷ മേം ഇവരെല്ലാവരും. അപ്പോൾ അന്ന് ആ കല്യാണ ചടങ്ങിലൊക്കെ പങ്കെടുത്തതിൻ്റെ ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറിന് മറ്റൊരു പേരൂടെ ഉണ്ട്, ലാലിച്ചൻ എന്നാണ്. അപ്പോൾ എന്നിരുന്നാൽ പോലും എനിക്ക് എല്ലാവരേക്കാൾ കൂടുതൽ പരിചയം മറ്റുള്ള എൻ്റെ കൂട്ടുകാർ അവർ 2 വർഷം പഠിച്ചവരാകാം, ചിലർ 5 വർഷത്തെ പഠനം പൂർത്തിയാക്കി. എന്നാലും ഞാൻ അവിടെ 7 വർഷം പഠിച്ചു എന്നുള്ള ഒരു അഹങ്കാരം എനിക്കില്ലാതെയില്ല. എന്തുകൊണ്ടെന്നാൽ സാറിൻ്റെ കീഴിൽ പഠിക്കാൻ പറ്റിയതിലുള്ള ഒരു അഹങ്കാരം എന്ന് വേണം പറയാൻ. ഞാൻ ആ ഒരു എല്ലാ ആ ഒരു അഹങ്കാരത്തോടു കൂടി ഞാൻ ആ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തിട്ടുമുണ്ട്. എന്നാൽ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയാറുണ്ട്, എൻ്റെ സാറ്, അതായത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന സാറ് എന്നുള്ള ഒരു നിങ്ങളിപ്പോൾ 2 വർഷമല്ലേ ആയുള്ളൂ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അതനുസരിച്ച് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് M.Com ബാച്ചിലെ ഫ്രണ്ട്സ് പറയാറുണ്ട്, സാറുമാരെല്ലാം ജിഷ മാത്രമല്ലേ അറിയുള്ളൂ, ഞങ്ങളെ ആരെയും അറിയില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോഴും ഞാൻ പറയും, അതൊന്നുമല്ല, സാർ എല്ലാവരെയും അറിയും, സാർ എല്ലാവരുടെയും പേരുകൾ പോലും ഇപ്പോഴും ഓർത്തിരിക്കുന്നു. അത് വളരെ അത്ഭുതമാണ്. ഇത്ര അധികം സ്റ്റുഡൻസിൻ്റെ പേരുകൾ ഓർത്തിരിക്കുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം വ്യക്തിപരമായിട്ട് എന്തുമാത്രം ബന്ധം സാറ് കുട്ടികളുമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന്. ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്നാലും ഞാൻ ഈ സമയക്കുറവും വീഡിയോ ഒരുപാട് ലെങ്തി ആകുന്നതും കൊണ്ടും ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് മൊത്തം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് കാണുന്നവർക്കൊക്കെ മനസ്സിലാകും എൻ്റെ ആ ഒരു സ്നേഹം, സാർ തന്നിരിക്കുന്ന ആ ഒരു സപ്പോർട്ട്, ഇതെല്ലാം എന്തുമാത്രമുണ്ട് എന്നുള്ളത്. അതിനാൽ ഇനിയും ഞാൻ വീണ്ടും, സാറിപ്പോൾ പെരുവന്താനം കോളേജിൽ പ്രിൻസിപ്പാളാണ്. അപ്പം സാറിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ തീർച്ചയായും ഈ വർഷം സാറിനെ കാണാൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ അവിടെ സ്റ്റാഫ് സെക്രട്ടറി അക്ഷയ് സാർ എന്നെ വിളിച്ചിരുന്നു, ഫോൺ ചെയ്തിരുന്നു. അദ്ദേഹവും പറഞ്ഞു, ഓക്കെ ജിഷ വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും സാറിനെ കാണാൻ ഈ വർഷം ചെന്നിരിക്കും, അത് ഉറപ്പാണ്. പിന്നെ സാറിന് വീണ്ടും കൂടുതൽ ഇതുപോലെയുള്ള നല്ല പുരസ്കാരങ്ങൾ ഭാവിയിലേക്കും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഈ അവാർഡ് നൽകുന്ന വൻ സന്ദേശമുണ്ട്. ദൈവാശ്രയബോധവും കഠിനാധ്വാനവും നിരന്തര പരിശ്രമവും എക്കാലവും വിജയിക്കുമെന്നും, പ്രവൃത്തിയാണ് സത്യമെന്നും, കർമ്മമാണ് സത്യമെന്നും, നിഷ്കാമ കർമ്മമാണ് വിജയമെന്നും, വിജയം എന്നത് നിസ്വാർത്ഥ സേവനമെന്നും നമ്മെ ബോധ്യപ്പെടുത്തും. സൂര്യകിരണങ്ങളുടെ കൊടുമുടി ആദ്യം ഏറ്റുവാങ്ങി
ഇരുണ്ട താഴ്വാരങ്ങളിലേക്ക് പ്രതിഫലിപ്പിച്ച് അജ്ഞതയാകുന്ന അന്ധകാരത്തെ നീക്കുവാൻ സർവാത്മന ശ്രമിക്കുന്ന കൊമേഴ്സ് ആചാര്യൻ ഡോക്ടർ ലാലിച്ചൻ കല്ലമ്പള്ളി. തനിക്ക് തുല്യം ഈ ഭൂമിയിൽ താൻ മാത്രമെന്നും ആവർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തി മുന്നേറുമ്പോൾ നമുക്കും അദ്ദേഹത്തിന് ആശംസകൾ നേരാം. പാതകൾ നേരെയാക്കി ഇനിയും കർമ്മവീഥിയിൽ നിഷ്കാമ കർമ്മം ചെയ്ത് ഈ മലനിരകളെ വിദ്യയാൽ ധന്യമാക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന ആശംസയുമായി സെയിന്റ് ആന്റണീസ് കുടുംബത്തിനു വേണ്ടി മിസ് ജിനു തോമസ് സൈനിങ്.